നമസ്കാരം. കേരളത്തിലെ നേഴ്സുമാരുടെ സമരം തുടരുകയാണ്. ആ സമരത്തിനെതിരെ കേരളത്തിലെ കത്തോലിക്ക സഭ രംഗത്ത് വന്നിരിക്കുന്നു. ഓർത്തഡോക്സ് സഭ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. നേഴ്സുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ശമ്പള വർധനവ് നടപ്പിലാക്കി. ഓർത്തഡോക്സ് സഭാധ്യക്ഷന് അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് നേഴ്സുമാരുടെ യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം ആശുപത്രികളിൽ സമരം പ്രഖ്യാപിച്ചതിൽ 422 ആശുപത്രികളും നേഴ്സുമാരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒത്തുതീർന്നു. പക്ഷെ ഇപ്പോഴും പിടിവാശിയുമായി നിൽക്കുന്നത് വലിയ കോർപ്പറേറ്റ് ആശുപത്രികളാണ്. അതായത് ബേബി മെമ്മോറിയൽ പോലെ, ആസ്റ്റർ പോലെ, കിംസ് പോലെയുള്ള വലിയ ആശുപത്രികളാണ് ഇപ്പോഴും പിടിവാശിയിൽ തുടരുന്നത്. അവരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുളം കലക്കി കേരളത്തിലെ കത്തോലിക്ക സഭ രംഗത്ത് വന്നത് സങ്കടകരമാണ്. കത്തോലിക്ക സഭാംഗങ്ങളാണ് ഭൂരിപക്ഷം നേഴ്സുമാരുമെന്ന് ഓർക്കണം. അവരുടെ ശമ്പള വർധനവിനെതിരെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് ചോദിക്കുന്ന ശമ്പളം കൊടുക്കാൻ ഒരു മടിയുമില്ല എന്ന് ഓർക്കണം. അതിനിടയിലാണ് എല്ലാവരും ഇന്നലെ പൊക്കി പിടിച്ചുകൊണ്ടൊരു വാർത്തയുമായി രംഗത്ത് വന്നു. ജാസ്മിൻ ഷായുടെ 1.44 കോടി രൂപ കണ്ടുകെട്ടി. ഈ വാർത്ത ഇന്നലെ പുറത്തേക്ക് വരുന്നു. ഉടൻ തന്നെ ഈ ആശുപത്രി മുതലാളിമാർ ആവേശപൂർവ്വം രംഗത്തെത്തി. പല ആളുകളും പ്രചരിപ്പിക്കുന്നു, കണ്ടോ ജാസ്മിൻ ഷാ കള്ളനാണെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല, ഇപ്പോഴിതാ അവർ കള്ളനാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും ആഘോഷമാണ്. എന്താണ് വാസ്തവം? ഒന്നാമത്തെ കാര്യം, കണ്ടുകെട്ടുക എന്നത് മലയാളത്തിലെ വിചിത്രമായ ഒരു പദമാണ്. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കും ഇതെല്ലാം പിടിച്ചെടുത്തുന്നത്. അങ്ങനെയല്ല. ഈ അറ്റാച്ച്മെൻറ്റ് എന്ന വാക്കിനെ കണ്ടുകെട്ടുക എന്ന വിചിത്രമായ ഒരു അർത്ഥം കൊടുത്താണ് ആളുകൾ വിശേഷിപ്പിക്കുന്നതും വാദിക്കുന്നതും. അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടുക എന്നല്ല. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, സർക്കാർ വക സ്വത്താക്കി മാറ്റുക എന്നാണ്. അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ തീരുമാനമുണ്ടാവുന്നത് വരെ പ്രതി ചേർക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ അവർ ക്രയവിക്രയം ചെയ്യാതിരിക്കാൻ അതിൻ്റെ മേലൊരു ക്ലെയിം ഇടുകയാണ് ഏജൻസികൾ. അതൊരു താൽക്കാലികമായ ക്ലെയിം മാത്രമാണ്. കേസിൽ ഇവർ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുമ്പോൾ മാത്രമേ ഈ സ്വത്ത് കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകൂ. കണ്ടുകെട്ടൽ എന്ന് പറയുന്നത് തന്നെ ഉചിതമല്ല. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട് 2018 മുതൽ നിലനിൽക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന ആ നേഴ്സിംഗ് സംഘടന കേസിൻ്റെ പുറത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഒരു സംശയവും വേണ്ട. വലിയ നേഴ്സിംഗ് സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമരത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് വൻകിട ആശുപത്രി മുതലാളിമാരാണ്. അവരുടെ ചില താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മാത്രമല്ല, ജാസ്മിൻ ഷായെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി വലിയൊരു നീക്കം നടന്നിരുന്നു. ജാസ്മിൻ ഷായെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ഡൽഹിയിൽ നിന്നൊരു ഏജൻസി ഇവിടെ വന്നിരുന്നു. ഏജൻസി പലതവണ ജാസ്മിൻ ഷായെ കാണാൻ ശ്രമിച്ചു. ജാസ്മിൻ കാണുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പലതവണ അവർ എവിടെയാണെങ്കിലും വരും, ഞങ്ങൾക്ക് കണ്ടേ മതിയാവൂ, ഞങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളാണ് ഒന്നാമത് ഉള്ളത് എന്ന് പറഞ്ഞ് പലതവണ ജാസ്മിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ജാസ്മിൻ പറഞ്ഞു, ഞങ്ങളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഞങ്ങളതുകൊണ്ട് അതിലേക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ അവർ സൂചന നൽകിയിരുന്നു ഈ ED അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച്. ജാസ്മിൻ എന്നോട് അക്കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ജാസ്മിൻ കുറ്റം ചെയ്യാത്തിടത്തോളം കാലം ED അറ്റാച്ച് ചെയ്താലും കുറച്ച് വാർത്ത ഉണ്ടാകുമെന്നല്ല, ഒന്നും സംഭവിക്കില്ല എന്ന്. തീർച്ചയായും ഇപ്പോഴത്തെ ഈ ധൃതി പിടിച്ചുള്ള ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ പിന്നിൽ ഈ താല്പര്യങ്ങളുണ്ട് എന്ന് തീർച്ചയാണ്. പക്ഷെ ജാസ്മിനോ നേഴ്സുമാരെ ഇതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കുക. ഈ 1,44,00,000 എന്ന് പറഞ്ഞ ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, 8 പേരാണ്. ജാസ്മിൻ ഷാ, അയാളുടെ ഭാര്യ, നേഴ്സിംഗ് അസോസിയേഷൻ്റെ മറ്റ് നേതാക്കൾ, ഇവരുടെ എല്ലാം കൂടിയാണ് പല ജില്ലകളിലായി 1.44 കോടിയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? പലതവണ ചർച്ച ചെയ്തു പോയതാണ്. ഈ പിണറായി സർക്കാർ ഇവരെ വേട്ടയാടാൻ തീരുമാനിക്കുന്നു. ഇവർ കേരള നേഴ്സിംഗ് കൗൺസിൽ പിടിക്കാൻ ശ്രമിച്ചതോടെ, ഭൂരിപക്ഷം നേടിയതോടെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. അതിന് പിന്നെ കള്ളക്കേസ് എടുക്കുന്നു. 2018-19 കാലയളവിൽ വലിയ വേട്ടയാടൽ നടന്നു. ഈ ജാസ്മിൻ ഷാ അടക്കമുള്ളവരെ ജയിലിലടച്ചു. അത്തരമൊരു കേസിന്റെ പശ്ചാത്തലത്തിൽ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം EDയുടെ നോട്ടീസ് നോക്കുക. ED അത് കൃത്യമായി പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ED അന്വേഷിച്ചിട്ട് ഇവർ സാമ്പത്തിക തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ടില്ല. ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ ED സാമ്പത്തിക തിരിമറി ഉണ്ടെങ്കിൽ EDക്ക് കേസെടുക്കാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ പലതവണ പറഞ്ഞാണ്, ആവർത്തിക്കാം. UN തുടങ്ങി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ UN ഒരു ഓഫീസിന് വേണ്ടി ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഒപ്പം ജാസ്മിൻ ഷാ അടക്കമുള്ള UN നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടി ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി UN ലോണിന് ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. കാരണം UN തുടങ്ങിയതേ ഉള്ളൂ, അക്കൗണ്ട് നമ്പറൊക്കെ ശരിയായി വരുന്നത് കിട്ടുന്നില്ല. അപ്പോൾ UN യോഗം ചേർന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഈ കാറ് ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിൽ മേടിക്കാൻ, ഈ ഓഫീസ് കെട്ടിടം ഭാര്യയുടെ പേരിൽ മേടിക്കാൻ, എന്നിട്ട് അതിൻ്റെ EMI അത് കൃത്യമായി UN അടയ്ക്കാൻ തീരുമാനിച്ചു. അത് മിനിറ്റ്സ് രേഖപ്പെടുത്തിയതാണ്. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. UNAക്ക് വേണ്ടിയാണ്, അല്ലാതല്ല. നേരിട്ട് ലോൺ കിട്ടാത്തതുകൊണ്ട് ചെയ്തതാണ്. ഈ 2 കാര്യങ്ങളാണ് ഇവർ ചെയ്ത ക്രൈമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല
UN തുടക്കം മുതൽ അങ്ങ് വരെ പല കാര്യങ്ങൾക്ക് നേഴ്സുമാരെ സഹായിക്കാൻ പല സമരപരിപാടികൾ നടത്താൻ 1000, 2000, 3000 രൂപ വീതം പിൻവലിച്ചിട്ടുണ്ട്. 5-6 കൊല്ലം കൊണ്ട് ഏതാണ്ട് 10-18 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ചിലവാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ വൗച്ചറുണ്ട്. എന്നാൽ കാഷായി വിഡ്രോ ചെയ്തു, അത് നിയമവിരുദ്ധമാണെന്ന് പറയും. ഇതാണ് കേസ്. ഈ കേസിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും. ഒടുവിൽ സാമ്പത്തിക കുറ്റകൃത്യം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് വിചാരണ കോടതി ആ വകുപ്പെടുത്ത് കളഞ്ഞതാണ്. ഈ ഗൂഢാലോചനയും മറ്റും മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ആ വകുപ്പേ ഇല്ലാത്തതാണ്. ആ റദ്ദ് ചെയ്ത വകുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കേസ് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഴയ കേസാണ്, പുതിയ കേസല്ല. ഇപ്പോൾ ഈ സമരം നടക്കുന്നത് കൊണ്ട് ജാസ്മിൻ ഷായെയും UN തകർക്കുന്നതിന് വേണ്ടി ഇവർ പറയുന്ന കള്ളക്കഥയാണ്. ഇതൊരിക്കലും ആർക്കും തെളിയിക്കാൻ കഴിയുന്നൊരു കേസല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ടതാണ്. ഇതൊന്നും UN സമരത്തെ ബാധിക്കില്ല, നേഴ്സുമാരുടെ അവകാശത്തെ ബാധിക്കില്ല. നേഴ്സുമാർക്കാർക്കും ഇതേക്കുറിച്ച് ആശങ്കയുള്ളത് ഈ സമരം പൊളിക്കാൻ നടക്കുന്ന ആശുപത്രി മുതലാളിമാർക്കാണ്. അവരുടെ കുത്തിത്തിരിപ്പ് കയ്യിൽ വെച്ചാൽ മതി. UN സംഭവിക്കാൻ പോകുന്നില്ല. ജാസ്മിൻ ഷായുടെ സ്വത്ത് അവർ കണ്ടുകെട്ടി വലിച്ചുകൊണ്ട് പോയിട്ടുമില്ല. ഇതൊക്കെ ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. എന്തായാലും ആനന്ദിക്കുന്നവർ ആനന്ദിക്കുക. 2018-19 ഇതേ കേസ് പറഞ്ഞ് നിങ്ങൾ ഇവരെ ജയിലിലടച്ചതാണ്. എന്നിട്ട് UN സംഭവിച്ചില്ല. 2026 വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇത്തരം ആവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവാം. ഇതൊന്നും UN ബാധിക്കില്ല. ജാസ്മിൻ ഷാ കൃത്യമായി തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അങ്ങനെ 2019 ക്രൈംബ്രാഞ്ച് എത്തിയെങ്കിൽ 2026 ED പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ വരുന്നു. വളരെ സന്തോഷകരമായ വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊന്നും ഒട്ടും ഭയാശങ്കകളില്ല എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു സമര കാലഘട്ടത്തിലും ഇത്തരം വേട്ടയാടലുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയും പ്രസ്ഥാനത്തെയൊക്കെ നയിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, UN സംസ്ഥാന അധ്യക്ഷൻ ഷോബി, കുഴപ്പമായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട് വിൽക്കാൻ പാടില്ല. ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ നിൽക്കട്ടെ. നിയമപരമായ പോരാട്ടം ആ വിഷയത്തിൽ ഉണ്ടാകും, തുടരും. അപ്പം ഇതിൻ്റെ ചരിത്രത്തിലൊന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ കൂടുതലൊന്നും എന്നെ ആകെ ഒരു തവണയാണ് ED ചോദ്യം ചെയ്യാൻ വിളിച്ചത്. ഞങ്ങളുടെ സംഘടന എല്ലാവരും വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ തവണയും ഹാജരാവുകയും ഞങ്ങളൊരു കാരണവശാലും പിന്നോട്ട് ഓടുകയോ ഒളിച്ചോടുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ സമരം അതിൻ്റെ ഭാഗമായിട്ട് പൊളിക്കാമെന്നോ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ട് പിന്നോട്ട് പോകുമെന്നോ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ അതിജീവനത്തിന് വേണ്ടി പോരാടുമ്പോൾ നിങ്ങൾ ജാസ്മിൻ ഷാ എന്നൊരു വ്യക്തിയെ ഇല്ലാണ്ടാക്കിയാൽ ഈ സമരം പൊളിയും തകരും എന്നൊക്കെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. 2019 ഇതിനേക്കാൾ വലിയ ആക്രമണം നേരിട്ടപ്പോഴും ഈ വിഷയത്തിലൊന്നും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കൊണ്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ബേബി എമോറിൻ്റെ അലക്സാണ്ടർ UN തകർക്കും, നിങ്ങളൊക്കെ ജയിലിലാക്കും എന്ന് പറയുമ്പോൾ അത് കണ്ട് പേടിച്ച് മാളത്തിൽ ഒളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്നായി. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഏറ്റുമുട്ടുന്ന വൻകിട ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകളോടാണ്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ UN എന്ന് പറയുന്ന സംഘടനയ്ക്ക് അകത്ത് ഉണ്ടായ പ്രശ്നം എന്നുള്ള രീതിയിലാണല്ലോ ഈ കാര്യങ്ങൾ വരുന്നത്. UN എന്നുള്ള സംഘടനയ്ക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് അറിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്കെതിരെ നടന്ന ആക്രമണങ്ങൾ പോലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് എന്നുള്ള അറിയാനുള്ള തിരിച്ചറിവും ബുദ്ധിയും നഴ്സിംഗ് സമൂഹത്തിനും അതിനോടൊപ്പം ഞങ്ങളെ പിന്തുണക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം അറിയാനും പറയാനും ഈ സമയം ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മെയിൽ തുറന്നു നോക്കുക, കാരണം ഈ മെയിൽ തുറന്നു നോക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽ തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വീടിന് നേരെ, എൻ്റെ വൈഫിൻ്റെ വീടിന് നേരെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ ഷോബി ജോസഫിൻ്റെ വീടിന് നേരെ, അതുപോലെ നമ്മുടെ സകലമായ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ വരില്ല. ഇനി ആര് വന്നോട്ടെ, ഞങ്ങളെ വക്കീൽ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുക. ഇനി റോ മാത്രമേ ബാക്കിയുള്ളൂ. അവരും വരട്ടെ. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഒരടി പോലും പുറകോട്ട് വെക്കും എന്നുള്ള
കാര്യം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് കൂട്ടർ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ വന്നപ്പോൾ പോലും ഞങ്ങളോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും കണ്ട് ഞാൻ പറഞ്ഞേ, ഈ സംഘടന സ്വതന്ത്രമായി മുന്നോട്ട് പോകും. 2019 ഞങ്ങൾ പറഞ്ഞ അതേ നിലപാട്, സ്വതന്ത്രമായി മുന്നോട്ട് പോകും, സുശക്തമായി മുന്നോട്ട് പോകും. ഒരു തരത്തിലും മുട്ടുമടക്കാനോ തലകുനിക്കാനോ ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും, കാരണം വലിയ ആഘോഷം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സാപ്പുറത്ത് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ ഷാ മുങ്ങുമോ, ഒളിച്ചോടുമോ, എന്തിന്? ഞാൻ നാളെയും ഉണ്ടാകും, കൃത്യമായിട്ട് പറയാം. നാളെ ഞാൻ തൃശ്ശൂർ വരും, അവിടെ നിന്ന് എറണാകുളം വരും. അപ്പോൾ ഓരോ ജില്ലയിലേക്കും ഞാനെത്തും. ഒരു സ്ഥലത്തും പിന്നോട്ട് ഓടിക്കൊണ്ട് നിങ്ങളെ നയിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെയോ ശോഭിയെയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പിന്നുള്ളത് പ്രിയപ്പെട്ട ബിബിനൻ പോളാണ്. അവൻ ശരിക്കും UK യിലുള്ളത്. അവനൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ളത് കാര്യം അറിയിക്കാൻ, അതിനാണ് ഈ ലൈവ് എന്നുള്ളത്.